ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛാ, വിഷ്ണു അച്ഛാ, എനിക്ക് പേടിയാവുന്നു. പപ്പി പേടിക്കണ്ട. സത്യ മക്കൾ അവിടെ. അയ്യോ സത്യത്തെ കല്ല്. അയ്യോ ഈ ഭാഗത്തൊന്നും ഇല്ല മൂപ്പ. പപ്പി സത്യേ, പപ്പി പപ്പി. മൂപ്പ ഇവിടെ ഒന്നുമില്ല. ഈ ഭാഗത്തുണ്ടാവാൻ സാധ്യത കുറവാ. എന്റെ പ്രതീക്ഷകൾ മുഴുവൻ ഈ ഭാഗത്ത് കുട്ടികൾ ഉണ്ടാകുമെന്നായിരുന്നു. ഇവിടെയും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മുടെ ഈ തിരച്ചിൽ വെറുതെ ആകുമോന്ന്. ശാലി, താനിങ്ങനെ തളരല്ലേ? ഞാൻ പിന്നെ എന്ത് ചെയ്യണം വിഷ്ണുട്ടാ? എനിക്കെന്റെ മക്കളെ വേണം. എനിക്കെന്റെ മക്കളെ വേണം. അവരില്ലാതെ എനിക്കൊരു ജീവിതമില്ല. അവരില്ലാതെ ഞാൻ ഇനി എങ്ങോട്ടും ഇല്ല. വിഷ്ണുവേണ്ട, എനിക്ക് അവരുടെ കൂടെ വേണം. ഈ ഭാഗത്ത് എവിടെ അവരുണ്ട്. അവരെ കണ്ടെത്തുന്നവരെ ഞാനും ഇവിടെ ഉണ്ടാവും. ഇനിയിപ്പോ അവരെ എന്ന് കണ്ടെത്തുന്നോ അന്നേ ഞാനും വരത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്റെ ജീവിതം ഇവിടെ തീരും. എന്റെ കുട്ടികളെ കൊണ്ടുവന്ന് കൊലയ്ക്ക് കൊടുത്തിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. ഞാനത് ആഗ്രഹിക്കുന്നില്ല. അവർക്കൊന്നും പറ്റില്ല, അവർക്കൊന്നും പറ്റില്ല. വിഷ്ണുട്ടാ, എനിക്ക് വലുത് എന്റെ മക്കള് തന്നെയാ. താൻ ധൈര്യമായിട്ടിരിക്കേ, നമുക്ക് കണ്ടുപിടിക്കാം അവരെ. ഈശ്വര, ആ ഭാഗത്തു നിന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ശാലി, അത് നമ്മുടെ മക്കൾ. അതീവാ, നമ്മുടെ മക്കൾ തന്നെ. അവിടെ ശബ്ദം കേട്ടത്. സത്യേ, സത്യ, പപ്പി, 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 സത്യേ. ആരെയും കാണുന്നില്ലല്ലോ സത്യേ. അച്ഛൻ വരാതിരിക്കില്ല പപ്പി. എനിക്ക് പേടിയാവുന്നു സത്യേ. ആ കടുവ ഇനിയും വരുമോ? ഏയ്, അതിനി വരില്ല സത്യേ. എനിക്ക് പേടിയാവുന്നു സത്യേ. നീ കരയില്ലേ പപ്പി. നമ്മളിപ്പോ പേടിക്കാൻ പാടില്ല. നീ ധൈര്യമായിട്ടിരിക്കെ. താഴെ ആളനക്കമുണ്ട്. കുട്ടികളാകാനാ വഴി. പപ്പി, സത്യ, പപ്പി, മക്കളെ, മക്കളെ. മക്കളെ കേൾക്കുന്നുണ്ടോ? മക്കളെ കേൾക്കുന്നുണ്ടോ? പപ്പി, ദേ സൗണ്ട് കേൾക്കുന്നുണ്ട്. അച്ഛൻ വന്നെന്ന് തോന്നുന്നു. അച്ഛാ, ഞങ്ങളിവിടെ ഉണ്ട്. അച്ഛാ, ഞങ്ങളിവിടെ ഉണ്ട്. വിഷ്ണു അച്ഛാ, വിഷ്ണു അച്ഛാ, മക്കളെ, വിഷ്ണു അച്ഛാ, ഒന്ന് വേഗം വരണേ. ഞങ്ങളൊന്ന് വേഗം വന്ന് രക്ഷിക്കേ. വിഷ്ണുട്ട മക്കള്, ഞങ്ങളുടെ മക്കള് താഴെയുണ്ട്. അവര് താഴെയുണ്ടെന്ന്. മക്കളെ, സത്യേ, മോളെ പപ്പി. പപ്പി, എന്തെങ്കിലും ഒന്ന് പറയണ. അച്ഛാ, വിഷ്ണു അച്ഛാ, വിഷ്ണു അച്ഛാ. മക്കളെ പേടിക്കണ്ട. അച്ഛനിവിടെ ഉണ്ട്. അച്ഛാ, വേഗം വാ അച്ഛാ. മക്കളെ ഇപ്പൊ രക്ഷപ്പെടുത്തി കൊണ്ടുവരാം. മക്കളെ പേടിക്കില്ലേ? വേഗം വാ അച്ഛാ. മക്കളെ, മക്കളെ, മക്കളെ കരയല്ലേ.
അച്ഛാ വിഷ്ണു അച്ഛാ എനിക്ക് പേടിയാവുന്നു. പപ്പി പേടിക്കണ്ട. സത്യ മക്കൾ അവിടെ ഉണ്ട്. അയ്യോ സത്യതേ കല്ല്. അയ്യോ പേടിക്കണ്ട പപ്പി, അത് അങ്ങോട്ടാ പോയത്. ആ കൊക്കയിലേക്ക് കല്ലുകൾ വീണാൽ അത് ചെന്ന് പതിക്കുന്നത് കുട്ടികളുടെ ദേഹത്തായിരിക്കും. അയ്യോ, അയ്യോ, രക്ഷപ്പെടുത്താനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്തും അവർക്ക് ദോഷമായിട്ടായിരിക്കും സംഭവിക്കുക. ചെയ്യുന്നത് എന്ത് തന്നെ ആയാലും കുട്ടികളുടെ രക്ഷ അത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം ചെയ്യാൻ. വിഷ്ണുട്ടാ, എന്റെ മക്കള് വിഷ്ണുട്ടാ. ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്നത് പോലെ അല്ല ഇറങ്ങിച്ചെല്ലുമ്പോൾ സംഭവിക്കുക. ഈ കാണുന്ന വലിപ്പം താഴേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാവണമെന്നുമില്ല. കൃത്യമായ ഒരുക്കങ്ങൾ ഉണ്ടാക്കിയാലേ കുട്ടികളെ അപകടം കൂടാതെ രക്ഷിച്ചെടുക്കാൻ സാധിക്കും. അതിന് ഈ കൊക്കയിലേക്ക് ഇറങ്ങാൻ പറ്റിയ ഒരാളെ കണ്ടെത്തിയേ തീരൂ. ഞാനിറങ്ങാം. ഇനിയിപ്പോ എന്ത് തടസ്സങ്ങൾ വന്നാലും ഞാനത് തരണം ചെയ്തോളാം. നിങ്ങൾ കരുതുന്ന പോലെ അത്ര എളുപ്പമല്ലത്. ഈ പാറക്കെട്ടുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി അറിയാൻ പറ്റുന്നവർക്ക് ഇതിനുള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റൂ. പിടിച്ചിറങ്ങുന്ന കല്ലുകളുടെ ബലം, ചവിട്ടി നിൽക്കുന്ന മൺതട്ടയുടെ ഉറപ്പ്, അതെല്ലാം കൃത്യമായി അളന്നുകുറിച്ച് അറിയുന്നവനെ ഇതിൽ വിജയിക്കാൻ പറ്റൂ. എനിക്കതിന് കഴിയും. കാരണം എനിക്ക് അവരെ രക്ഷപ്പെടുത്താൻ മറ്റൊരു മാർഗമില്ല. കാരണം ഞങ്ങളുടെ ജീവിതം അവിടെ കിടക്കുന്നേ. ഞങ്ങളുടെ ജീവിതം. മക്കളെ സത്യേ പപ്പി. അച്ഛാ അച്ഛാ അച്ഛാ. അയ്യോ, എന്തായാലും കുട്ടികൾ അവിടെ സുരക്ഷിതരാണെന്ന് മനസ്സിലായില്ലേ? ധൈര്യമായിരിക്കെ, അവർക്ക് ഒരാപത്തും വരില്ല. ഒരു കാര്യം ഉറപ്പാണ്, അവർ ഈശ്വരന്റെ കടാക്ഷമുള്ള കുട്ടികളാണ്. അതുകൊണ്ടാണ് ജീവന്റെ തുടുപ്പ് ഇപ്പോഴും അവരിൽ അവശേഷിക്കുന്നത്. ആ രംഭ, നമുക്കൊരു വടം ഒപ്പിക്കണം. കൊക്കയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന തരത്തിൽ ഒരു വടം. വാ മക്കളെ, അവിടെ തന്നെ ഇരിക്കണേ. അച്ഛനും അമിത ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പേടിക്കണ്ട മക്കളെ. മക്കള് പേടിക്കണ്ട. ഇപ്പൊ തന്നെ വരാട്ടോ. ഞങ്ങൾക്ക് പേടിയാവുന്ന അച്ഛാ, വേഗം വാ. പേടിക്കണ്ട. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. വിഷ്ണു അച്ഛാ, ഞങ്ങൾക്ക് ദാഹിക്കുന്നുണ്ട്, വെള്ളം വേണം. മക്കളെ വെള്ളം കൊണ്ടുവരാം. ഇപ്പൊ കൊണ്ടുവരാ. ഇപ്പൊ കൊണ്ടുവരായിരിക്കും പപ്പി.